അപ്പോൾ എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ചെയ്യാൻ കുറച്ച് വൈകിപ്പോയി, 1-2 തിരക്കുകൾ കാരണം ചെയ്യാൻ പറ്റിയില്ല. അപ്പോൾ നിലവിൽ സംസാര വിഷയം ദേശീയ അവാർഡാണ്. മുൻപ് അല്ലു അർജുന് ദേശീയ അവാർഡ് കിട്ടിയ സമയത്ത് തന്നെ നമ്മളൊക്കെ ഡിസ്കസ് ചെയ്ത കാര്യമാണ് എന്തിന് ആ ഒരു കാര്യം നമ്മളൊക്കെ ഡിസ്കസ് ചെയ്തതാണ്. നമുക്കേതായാലും പ്രധാനപ്പെട്ട അവാർഡുകൾ മാത്രം ഒന്ന് ഡിസ്കസ് ചെയ്തിട്ട് പോവാം. എല്ലാം ഒന്നും ഡിസ്കസ് ചെയ്യൽ നടക്കില്ല. ഒരുപാട് കാറ്റഗറീസിന് അവാർഡ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ എല്ലാം ഒന്നും നമുക്ക് ഡിസ്കസ് ചെയ്യേണ്ട ആവശ്യമില്ല. പ്രധാനപ്പെട്ട അവാർഡുകൾ മാത്രം ഒന്ന് ഡിസ്കസ് ചെയ്തിട്ട് പോവാം. അതിൽ ആദ്യത്തെ ബെസ്റ്റ് ആക്ടർ അവാർഡാണ്. ഷാറുഖ് ഖാൻ ജവാൻ എന്നുള്ള സിനിമയ്ക്ക് ഷാറുഖ് ഖാന് ബെസ്റ്റ് ആക്ടർ അവാർഡ് കിട്ടിയിട്ടുണ്ട്. അതേപോലെ 12th ഫെയിൽ എന്ന് പറഞ്ഞ സിനിമയ്ക്ക് വിക്രാന്ത് മാസിക്ക് അവാർഡ് കിട്ടിയിട്ടുണ്ട്. അപ്പം ആദ്യം നമുക്ക് ഇതിൽ തന്നെ ഡിസ്കസ് ചെയ്തിട്ട് പോവാം. ജവാൻ എന്തിന് അവാർഡ് കൊടുക്കുന്നുണ്ട് എനിക്ക് ഇപ്പോഴും മനസ്സിലാകുന്നില്ല. ആഫ്റ്റർ ഓൾ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാനൊരു ഡേ ഹാഡ് ഷാറുഖ് ഫാൻ അല്ലെങ്കിലും എന്നെ സംബന്ധിച്ചിടത്തോളം ഹിന്ദിയിൽ ബോളിവുഡിൽ എനിക്ക് ഏറ്റവും ഇഷ്ടം ഋത്തിക് റോഷനാണ്. അന്ന് നമ്മളിവിടെ പറയേണ്ട കാര്യമില്ല, എന്നാലും കൂടെ പറയുകയാണ്. ഋത്തിക് റോഷനാണ് എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് ഇഷ്ടമുള്ള നടന്. പക്ഷേ ഷാറുഖ് ഖാന് ഇഷ്ടക്കേടൊന്നുമില്ല. ഷാറുഖ് ഖാൻ്റെ സിനിമകളും നല്ല ആസ്വദിച്ച് കാണുന്ന ഒരാളാണ്. പിന്നെ മുൻപൊക്കെ ഷാറുഖ് ഖാൻ്റെ പല നിലപാടുകളിലും എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളായിരുന്ന ഒരു വ്യക്തിയാണ്. പക്ഷേ ഈ അടുത്ത കാലത്തായിട്ട് നിലപാടുകളിലൊക്കെ ചുമ്മാ ജസ്റ്റ് ഒന്ന് വ്യതിചലിച്ച് പോയിട്ടുണ്ടോ എന്നൊരു സംശയമുണ്ട്. അപ്പോൾ അതിൻ്റെയൊക്കെ കൂടെ ഭാഗമായിട്ടാണോ ഈ ദേശീയ അവാർഡ് എന്നുള്ളതും കൂടെ ഒന്ന് ഇതിൻ്റെ ഒരു പൊളിറ്റിക്കൽ സൈഡ് കൂടി ചിന്തിക്കുമ്പം അങ്ങനെ കൂടി തോന്നി പോകുന്നുണ്ട്. ഏതായാലും ജവാന് അവാർഡ് കൊടുത്ത ആ മഹാൻ ആരായെങ്കിലും മൂപ്പര് ജവാൻ അടിച്ചിട്ടേക്ക് അവാർഡ് നിർണയത്തിന് ഇരുന്നെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം ജവാനെ പോലൊരു മസാല മാസ് സിനിമയ്ക്ക് അവാർഡ് കൊടുക്കാന്ന് പറയുമ്പോൾ പിന്നെ ഇപ്പോൾ അല്ലു അർജുന് പുഷ്പയിൽ അവാർഡ് കൊടുത്ത സ്ഥിതിക്ക് ജവാൻ എന്ന് പറഞ്ഞ സിനിമയിൽ ഷാറുഖ് ഖാൻ അവാർഡ് എടുത്തതിനെ തെറ്റൊന്നും പറയാൻ പറ്റില്ല. ഏതായാലും അതൊരു വലിയ കോമഡി ആയി തോന്നി. പിന്നെ 12th ഫെയിൽ എന്ന് പറഞ്ഞ സിനിമ ഞാൻ കണ്ടതാണ്. എനിക്ക് നല്ല ഇഷ്ടപ്പെട്ട ഒരു സിനിമയാണ്. നമ്മുടെ വിക്രമാദിത്യനൊക്കെ പോലെ നല്ലൊരു മോട്ടിവേഷണൽ രീതിയിൽ എടുക്കുന്ന സമയത്ത് നല്ലൊരു സിനിമയാണ്. അദ്ദേഹത്തിന് കിട്ടിയ റോള് വളരെ വൃത്തിക്ക് ചെയ്തിട്ടുണ്ട്. അപ്പം അതിന് നമുക്കൊരു കൗണ്ടർ പറയാനൊന്നും പറ്റില്ലെങ്കിലും കൂടെ ഒരുപാട് നല്ല നല്ല പെർഫോമൻസുകൾ വേറെ ഉണ്ടായിരുന്നു. അപ്പോൾ അതൊന്നും ജൂറിൻ്റെ മുമ്പിലേക്ക് എത്താത്തത് കൊണ്ടാണോ, അതായത് ഇത് ഏതെങ്കിലും ഒരു സ്റ്റേറ്റ് അവാർഡ് അല്ലല്ലോ, ഇന്ത്യ മഹാരാജ്യത്തെ മൊത്തം ഭാഷയിൽ ഇറങ്ങുന്ന എല്ലാ സിനിമകളിലുമായിട്ട് ഈ പറയപ്പെട്ട 12th ഫെയിൽ മാത്രമാണ് അല്ലെങ്കിൽ ജവാൻ മാത്രമാണ് മികച്ച സിനിമകൾ എന്ന് പറയുമ്പോൾ മറ്റുള്ള സിനിമയ്ക്ക് യാതൊരു നിലവാരവും ഇല്ല എന്നുള്ള രീതിയിലല്ലേ നമ്മളൊക്കെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം. അപ്പോൾ അതാണ് അതിൻ്റെ ഒരു സംഗതി. ബെസ്റ്റ് ആക്ടർ അവാർഡൊക്കെ ശരിക്കും ഒരു കോമഡി ആയിട്ട് മാറിയിട്ടുണ്ട്, പ്രത്യേകിച്ച് ഷാറുഖ് ഖാൻ കൊടുത്തത്. ഈ പറഞ്ഞതുപോലെ തന്നെ ഷാറുഖ് ഖാനൊക്കെ ഇഷ്ടംപോലെ സിനിമകൾ നല്ല അഭിനയം കാഴ്ചവെച്ചിട്ടുണ്ട്. അപ്പോൾ അതിനൊന്നും കിട്ടിയിട്ടില്ല. ഈ ഒരു ഊളപ്പടത്തിനായി പോയി ബെസ്റ്റ് അവാർഡ് കിട്ടിയെന്നുള്ളത് യഥാർത്ഥത്തിൽ നല്ല ട്രോള് ഭാവിയിലും ഇങ്ങനെ വന്നുകൊണ്ടും ഇരിക്കുന്നുണ്ട്. ഇനിയും വരാനും ചാൻസ് ഉള്ള ഒരു സാധനമാണ് ജവാൻ എന്ന് പറഞ്ഞ സിനിമയ്ക്ക് കിട്ടിയ ബെസ്റ്റ് ആക്ടർ അവാർഡ്. ബെസ്റ്റ് ആക്ട്രസ് റാണി മുഖർജി, മിസ്സിസ് ചാറ്റർജി വേഴ്സസ് നോർവേ. ഞാനത് പടം കണ്ടിട്ടില്ല, അതുകൊണ്ട് എനിക്കതിനെപ്പറ്റി ആധികാരികമായിട്ട് പറയാൻ പറ്റില്ല. എന്നാലും കൂടെ ചില പ്രകടനങ്ങളൊക്കെ നമ്മൾ കണ്ട സ്ഥിതിക്ക് ഇതിനേക്കാൾ മികച്ച പ്രകടനങ്ങൾ ഉണ്ടാവാൻ സാധ്യതയില്ല എന്ന് നമ്മളിങ്ങനെ ചോദിച്ചു പോകണം. പ്രത്യേകിച്ച് ഉള്ളൊഴുക്ക് എന്ന് പറഞ്ഞ സിനിമയിൽ ഉർവശിക്ക് അവർക്ക് മികച്ച സഹനടിക്കുള്ള അവാർഡാണ് കൊടുത്തത്. അത് എന്തുകൊണ്ടാണ് ഒരു പടത്തിലെ ലീഡ് റോൾ കൈകാര്യം ചെയ്ത ഒരു നടിക്ക് മികച്ച സഹനടിക്കുള്ള അവാർഡ് കൊടുത്തെന്നുള്ളത് എനിക്ക് മനസ്സിലാകുന്നില്ല. അപ്പോൾ ഈ സിനിമ കണ്ടിട്ടില്ല, പക്ഷേ ഞാൻ മനസ്സിലാക്കിയൊരു കാര്യം, ഈ സിനിമേനേക്കാളും മികച്ച പെർഫോമൻസുകൾ കാഴ്ചവെച്ച ഒരുപാട് നടിമാർ കഴിഞ്ഞ 2023 അവാർഡാണ് ഇപ്പോൾ ഇത് കൊടുത്തതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്ന ഒരു കാര്യം. 2023 ഉണ്ടായിട്ടുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കിയൊരു കാര്യം. ഇനി ബെസ്റ്റ് സപ്പോർട്ടിംഗ് ആക്ടർ അവാർഡുകളാണ്. വിജയരാഘവൻ പൂക്കാലം എന്ന് പറഞ്ഞ സിനിമയിൽ, മുത്തുപേട്ടെ സോമഭാസ്കർ പാർക്കിംഗ് എന്ന് പറഞ്ഞ സിനിമയിൽ. ഇതിൽ ഈ 2 അവാർഡിനും എനിക്ക് വലിയൊരു ഒബ്ജക്ഷൻസ് ഒന്നുമില്ല. കാരണം ഈ 2 പടവും ഞാൻ കണ്ടതാണ്. 2 പടവും കിടിലായിട്ട് വർക്കായ പടമാണ്. 2 പടത്തിലും ഈ പറയപ്പെട്ട 2 പേരും നല്ല കിടിലം പെർഫോമൻസ് കാഴ്ചവെച്ചതാണ്. അപ്പോഴും ഈ സപ്പോർട്ടിംഗ് ആക്ടർ, ഈ പാർക്കിംഗ് എന്ന് പറഞ്ഞ പടത്തിൽ ഒരിക്കലും സപ്പോർട്ടിംഗ് ആക്ടർ ആയിട്ടല്ല ഇയാൾ വരുന്നത്. ഭാസ്കർ എന്ന് പറഞ്ഞ 2 നായകന്മാരിൽ ഒരാളായിട്ടാണ് വരുന്നത്. അയ്യപ്പനും കോശി എന്ന് പറഞ്ഞ പടത്തിൽ ഒരിക്കലും പൃഥ്വിരാജ് അല്ലെങ്കിൽ ബിജുമോഹനാണ് ലീഡ് റോൾ എന്ന് പറയാൻ പറ്റില്ല. 2 പേർക്കും തുല്യമായിട്ടുള്ള പ്രാധാന്യം കൊടുത്തത്. അതുപോലെ തന്നെയാണ് ഈ സിനിമയും. പാർക്കിംഗ് എന്ന് പറഞ്ഞ പടം ഈ ഈഗോ കൈകാര്യം ചെയ്യുന്ന ഒരു പടമാണ്. അയ്യപ്പൻ കോശിയിൽ എന്താണോ കോർ സബ്ജക്റ്റ് അതുപോലെ തന്നെ ഈഗോ കൈകാര്യം ചെയ്യുന്ന ഒരു പടമാണ്. ഈ പടത്തിലും 2 നായകന്മാർക്കും തുല്യ പ്രാധാന്യമുള്ളത്. അപ്പോൾ അവിടെ ഈ സപ്പോർട്ടിംഗ് ആക്ടർ എന്നുള്ള ഒരു കാറ്റഗറിയിൽ എന്തുകൊണ്ട് ഇയാളെ ഉൾപ്പെടുത്തുന്നുള്ളത് മനസ്സിലാവുന്നില്ല. എന്തുകൊണ്ട് ഇയാൾക്ക് ബെസ്റ്റ് ആക്ടർക്കുള്ള അവാർഡ് കൊടുത്തുകൂടാ? അതുപോലെ വിജയരാഘവൻ കിഷ്കിന്ദ കാണ്ഡത്തിലും ഈ പറഞ്ഞതുപോലെ തന്നെ
പൂക്കാലം എന്ന് പറഞ്ഞ സിനിമയിലും രണ്ടിലും കിടിലം പെർഫോമൻസാണ് കാഴ്ചവെച്ചത്. അതിൽ കിഷ്കിന്ദ കാണ്ഡം 2024 ഇറങ്ങിയ പടമാണോ എനിക്കൊരു സംശയമുണ്ട്. ഇനി അല്ലെങ്കിലും കൂടെ പിന്നെ പൂക്കാലത്ത് തന്നെ ബെസ്റ്റ് ആക്ടർ, അതായത് അതിലും ലീഡ് റോളിൽ പിന്നെ വിജയരാഘവനാണ് വരുന്നത്. എന്നിട്ട് സപ്പോർട്ടിങ് ആക്ടർ അവാർഡ് കൊടുത്തത് ഏത് നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ജവാൻ അടിച്ചിട്ടുള്ള ജൂറിയാണോ എന്ന് സംശയമുണ്ട്. പിന്നെ ബെസ്റ്റ് സപ്പോർട്ടിങ് ആക്ട്രസ് നമ്മൾ നേരെ സംസാരിച്ചു കഴിഞ്ഞു. ഉർവശിക്ക് ഉള്ളൊഴുക്ക് എന്ന് പറഞ്ഞ സിനിമയിലും ജാനകി ബോഡിവാലയ്ക്ക് വാഷ് എന്ന് പറഞ്ഞ സിനിമയിലും, അതായത് ഗുജറാത്തി സിനിമയായിട്ടുള്ള വാഷ് എന്ന് പറഞ്ഞ സിനിമയിൽ അഭിനയിച്ചിട്ടുള്ള നടിക്കാണ് കൊടുത്തത്. ഓക്കെ, അതിനെ സംബന്ധിച്ചിടത്തോളം വാഷ് ഞാൻ കണ്ടാണ്, നല്ല കിടിലം പടമാണ്. അതിൻ്റെ സൈത്താൻ പറഞ്ഞിട്ടുള്ള അതിൻ്റെ റീമേക്കിനേക്കാണെങ്കിൽ നല്ല കിടിലം പടമാണ് വാഷ്, ഗുജറാത്തി ഭാഷയിൽ ഇറങ്ങിയിട്ടുള്ളത്. അപ്പോൾ അതിന് എനിക്ക് വലിയ ഒബ്ജക്ഷൻസ് ഒന്നുമില്ല. ഉർവശിക്ക് കൊടുത്തതിലും ഒബ്ജക്ഷൻ ഇല്ല. പക്ഷേ ഇവിടെയും ഞാൻ ചോദിക്കാനുള്ളൊരു കാര്യം, ലീഡ് ആക്ടറായിട്ട് അഭിനയിച്ചിട്ടുള്ള ഉർവശിക്ക് എന്തുകൊണ്ട് ബെസ്റ്റ് ആക്ട്രസിനുള്ള അവാർഡ് കൊടുത്തില്ല എന്നുള്ളതാണ്. പിന്നെ ബെസ്റ്റ് ഫീച്ചർ ഫിലിം 12th ഫെയിൽ. ഓക്കെ, കുഴപ്പമില്ല, കൊടുത്തതിന് വലിയ ഒബ്ജക്ഷൻ ഒന്നും പറഞ്ഞതുപോലെ പറയാനില്ല. പക്ഷേ അപ്പോഴും നല്ല പടങ്ങൾ ഒരുപാട് കിടക്കുന്നുണ്ട്. നമുക്ക് കൂടുതൽ ഈ കാര്യത്തിൽ നമുക്ക് ഒബ്ജക്റ്റ് ചെയ്യാൻ പറ്റൂല. നമുക്ക് 1-2 കാര്യങ്ങൾ പ്രധാനമായിട്ടും ഒബ്ജക്റ്റ് ചെയ്യേണ്ടതുണ്ട്, അത് നമുക്ക് പറഞ്ഞിട്ട് പോവാം. പിന്നെ ബെസ്റ്റ് ഫീച്ചർ ഫിലിം 12th ഫെയിൽ. പിന്നെ കുറേ ഭാഷകളിലുള്ള പടങ്ങളാണ്. അതിൽ ബെസ്റ്റ് തമിഴ് ഫിലിം ഉണ്ട്, ബെസ്റ്റ് പഞ്ചാബി, ഒഡിയ. അതൊന്നും നമ്മൾ കൂടുതൽ ഡിസ്കസ് ചെയ്യേണ്ട, അതൊന്നും നമുക്ക് ഡിസ്കസ് ചെയ്യേണ്ട കേസല്ല. പിന്നെ അടുത്തൊരു പ്രധാന കാറ്റഗറി എന്ന് പറയുന്നത് ബെസ്റ്റ് ഡയറക്ഷൻ. സുദീപ്തോ സെൻ, ദ കേരള സ്റ്റോറി. ഇതാണ് ഇപ്പോൾ ഏറ്റവും വലിയ വിവാദമായത്. കാരണം നമ്മളൊക്കെ ഈ സിനിമ ഇറങ്ങിയ സമയത്ത് അതിനെതിരെ പ്രതിഷേധിച്ച് സംസാരിച്ചിട്ടുള്ള ആൾക്കാരാണ്. എൻ്റെ ഇതിൽ തന്നെ വീഡിയോ കിടക്കുന്നുണ്ട്. അപ്പോൾ ആ സമയത്ത് ഒരുപാട് പേര് വന്നിട്ട് വലിയ വിമർശനങ്ങൾ ഉന്നയിച്ചിട്ടുണ്ടായിരുന്നു. അതെന്താണ്, നിനക്ക് ഒരു സിനിമ ആവിഷ്കാര സ്വാതന്ത്ര്യമായിട്ട് കണ്ടുകൂടെ? ആവിഷ്കാര സ്വാതന്ത്ര്യം ഓക്കെ ശരി തന്നെയാണ്. പക്ഷെ ആവിഷ്കാര സ്വാതന്ത്ര്യം എന്ന് പറയുമ്പോഴും കൂടെ അതിൽ പറയേണ്ട പ്രത്യേകിച്ച് ഒരു സംഭവ കഥ പറയുന്ന സമയത്ത് അതിൽ പാലിക്കേണ്ട ഒരു സത്യസന്ധത ഉണ്ട്. 32,000 പേരെ മതം മാറ്റി IS ചേർത്ത് എന്നാണ് ആദ്യം. അതായത് കേരളത്തിൽ നിന്ന് 32,000 പേരെ മതം മാറ്റി IS ചേർത്തെന്നായിരുന്നു ഇതിൻ്റെ സംവിധായകൻ ഉൾപ്പെടെ ആദ്യം പറഞ്ഞത്. പിന്നീട് അവർ തന്നെ തിരുത്തി അത് 30 ആക്കി. പക്ഷേ ഇന്ത്യൻ സർക്കാരിൻ്റെ കണക്കുകൾ പ്രകാരം വെറും 19 പേരാണ് അങ്ങനെ പോയതെന്നാണ് ഞാൻ മനസ്സിലാക്കിയൊരു കാര്യം. പൊതുവെ സോഷ്യൽ മീഡിയയിലും അല്ലാതെയൊക്കെ പുറത്ത് വന്നിട്ടുള്ള റിപ്പോർട്ട് അങ്ങനെയാണ്, 19 പേരാണ്. അപ്പോൾ അതൊക്കെ പോട്ടെ, ഈ ബെസ്റ്റ് ഡയറക്ടർ എന്നുള്ള അവാർഡ് എന്ത് തേങ്ങക്കാണ് ഇയാൾക്ക് കൊടുത്തതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. എന്ത് തേങ്ങ കാണിച്ചിട്ടാണ് ആ സിനിമ ഒറ്റയിരുപ്പിന് കണ്ടു തീർത്ത ഒരാളുണ്ടെങ്കിൽ അയാൾക്കൊരു അവാർഡ് കൊടുക്കേണ്ടി വരും. അതായത് എന്തെങ്കിലും ഒരു പ്രൊപ്പഗണ്ട മനസ്സിൽ വെച്ചിട്ടല്ല, അതൊരു നോർമലായിട്ട് ഒരു സാധാരണ ഫിലിം കാണുന്ന ഒരാളെന്നുള്ള നിലയ്ക്ക് ഒരൊറ്റയിരുപ്പിന് ആ പടം കണ്ടു തീർത്ത, ചിരിക്കാതെ കണ്ടു തീർത്ത, ഇതെന്ത് എന്ന് ചോദിക്കാതെ കണ്ടു തീർത്ത ഒരാളുണ്ടെങ്കിൽ അയാൾക്ക് കൊടുക്കണം ഒരു ഓസ്കാർ അവാർഡ്. കാരണം അമ്മാതിരി വധം പടം കേരള സ്റ്റോറി. ഒരു പ്രൊപ്പഗണ്ട എന്നുള്ള പടം, അത് വേറൊരു സൈഡ്, അതിന് രാഷ്ട്രീയം. പക്ഷെ ഒരു പടം എന്നുള്ള നിലയ്ക്ക് വേസ്റ്റ് പടം എന്ന് പറഞ്ഞാൽ പക്ക മോശം ഡയറക്ഷൻ, മോശം അഭിനയം. ഇയാൾ തന്നെ പറഞ്ഞിട്ടുണ്ട് വാർത്താസമ്മേളനത്തിൽ മികച്ച നടിക്കുള്ള അവാർഡ് അതിൽ അഭിനയിച്ച പ്രധാന ലീഡ് റോൾ കൈകാര്യം ചെയ്ത പെണ്ണിന്റെ പേര് എനിക്കറിയില്ല, നടിന്റെ പേര് ജാനകി എന്തോ മറ്റോ ആണ്. അവർക്ക് കൊടുക്കാത്തതിൽ സങ്കടം ഉണ്ടെന്ന്. എന്ത് തേങ്ങ കാണിച്ചിട്ടാ പ്രൊപ്പഗണ്ട, മറ്റുള്ള കാര്യങ്ങളൊക്കെ അതിന്റെ മറ്റൊരു സൈഡ്, രാഷ്ട്രീയം മറ്റൊരു സൈഡ്. പക്ഷേ ഒരു സിനിമ എന്നുള്ള നിലയ്ക്ക് ഞാനൊരു ഉദാഹരണം പറയുകയാണെങ്കിൽ ഈ അടുത്ത് ചാവാതുള്ള ഒരു പടം ഞാൻ കണ്ടിട്ടുണ്ട്. പക്ക പ്രൊപ്പഗണ്ട പടം. അതിന് മിക്കവാറും അടുത്ത ഈ 2025 ഇറങ്ങിയ പടാന്ന് തോന്നി. അതിന് മിക്കവാറും ഇയാൾക്ക് അവാർഡ് കിട്ടാൻ ചാൻസ് ഉണ്ട്. അതിൽ അഭിനയിച്ചിട്ടുള്ള നടന്റെ പേര് ഞാൻ മറന്നു. ഏതായാലും മൂപ്പർക്ക് അവാർഡ് കിട്ടാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ പടം പ്രൊപ്പഗണ്ടാണോ അല്ലേ എന്നുള്ളതല്ല ഇവിടെ പ്രധാനപ്പെട്ട വിഷയം. ഉള്ള സാധനം എങ്ങനെ ചെയ്തു വെച്ച് എന്നുള്ളതാണ്. എന്ത് പ്രൊപ്പഗണ്ടാണെങ്കിലും ഒരു പടം എന്നുള്ള രീതിയിൽ എടുത്തു വെക്കണ്ടേ. ഇതൊരു സീരിയലിന്റെ നിലവാരം പോലും ഇല്ലാത്തൊരു പടം എടുത്തു വെച്ചിട്ട് അതിന് ബെസ്റ്റ് ഡയറക്ഷൻ, ബെസ്റ്റ് ഫിലിം, പിന്നെ ഇങ്ങനെ തുടങ്ങിയിട്ട് കുറെ തേങ്ങാപ്പണാക്കിയിട്ട് അവാർഡുകൾ കൊടുത്തിട്ട് അത് നമ്മളൊക്കെ അത് അക്സെപ്റ്റ് ചെയ്ത് കൊടുത്തോളണം. ഇത് വോട്ടിംഗ് മെഷീനിൽ BJP പല സ്ഥലത്തും തിരിമറി നടത്തുന്ന തെളിവ് സഹിതം പുറത്തു വന്നാണ്. അതിനെക്കുറിച്ച് കൂടുതൽ ഡിസ്കസ് ചെയ്യുന്നില്ല ഞാൻ. ഏതായാലും ആ തിരിമറി നടത്തുന്ന സമയത്ത് ഇവന്മാരെന്ത് ചെയ്യും, കുറച്ച് ചില സ്റ്റേറ്റുകളിലോ അല്ലെങ്കിൽ ചില ഇലക്ഷനുകളിലൊക്കെ അവരെന്ത് ചെയ്യും, നേരം വൈകി ഇലക്ഷൻ നടക്കും. അപ്പം എന്ത് ചെയ്യും, ഈ ഇലക്ഷൻ ജനങ്ങൾ എങ്ങനെയാണോ വോട്ട് ചെയ്ത് ആ രീതിയിൽ ഫലം വരും. പക്ഷെ ചില സ്ഥലത്ത് അവർ മനഃപൂർവ്വം അവർക്ക് വേണ്ടപ്പെട്ട മഹാരാഷ്ട്ര പോലുള്ള ചില സ്ഥലങ്ങളിൽ പ്രധാനപ്പെട്ട വലിയ സ്റ്റേറ്റുകളിലൊക്കെ ഇവരെന്ത് ചെയ്യും, തിരിമറി നടത്തും. എന്നിട്ട് ഈ ആൾക്കാർ തിരിമറി നടത്തുന്ന സമയത്ത് നമ്മുടെ അടുത്ത് ഇങ്ങോട്ട് ചോദിക്കുന്നത്, അപ്പം മറ്റുള്ള സംസ്ഥാനങ്ങളിലൊക്കെ BJP തോറ്റപ്പോൾ നിങ്ങൾക്കൊന്നും പറയാനില്ലായിരുന്നു.
അതുപോലെ തന്നെയാണ് ഇപ്പോൾ ഈ അവാർഡിൻ്റെ കാര്യം. കുറേ അവാർഡുകളൊക്കെ നല്ല രീതിയിൽ കൊടുത്തു. അതായത് വലിയ രീതിയിൽ ചോദ്യം ചെയ്യപ്പെടാൻ സാധ്യതയില്ലാത്ത രീതിയിൽ കൊടുത്തു. അത് കഴിഞ്ഞ് കുറേ അവാർഡുകൾ അവർക്ക് തോന്നിയ രീതിയിൽ കൊടുത്തതിന് ശേഷം ഇവന്മാർ കിടന്നിട്ട് ന്യായീകരിക്കുക. പ്രത്യേകിച്ച് ഇതിൻ്റെ ജൂറി ചെയർമാനൊക്കെ ചെന്നിട്ട് പെരും ന്യായീകരണം. അദ്ദേഹത്തിൻ്റെയൊക്കെ വർത്താനം കേട്ടാൽ തോന്നി ഏത് കോണത്തിലെ ജൂറിയാണ്. അപ്പം അങ്ങനെയാണ് ബെസ്റ്റ് ഡയറക്ടർക്കുള്ള അവാർഡ്. പാവം നമ്മളെ മലയാളത്തിന് നമുക്കിപ്പോൾ പറയാൻ പറ്റും മലയാളത്തിലെ ഡയറക്ടർമാരെ കാര്യമാണ്. ഉള്ളൊരുക്ക് എന്ന് പറഞ്ഞ പടം ചെയ്ത ആള്, പിന്നെ ക്രിസ്റ്റോ ടോമി. അതേപോലെ കാലങ്ങളോളം ഒരു പടത്തിൻ്റെ പിന്നാലെ നടന്ന ഒരു ആയുസ്സിൽ 5 വർഷവും 4.5 വർഷം കാണും ഒരു പടത്തിന് വേണ്ടി മാത്രം ചെലവഴിച്ച് ആ പടം കിടിലനായിട്ട് എടുത്തു വെച്ചിട്ടുള്ള നമ്മുടെ സ്വന്തം ബ്ലെസ്സി. ഇവരൊക്കെ നമ്മൾ മലയാളത്തിൽ തന്നെ ചൂണ്ടിക്കാണിക്കാൻ പറ്റിയ ഉദാഹരണങ്ങളാണ്. ഇതുവരൊക്കെ ഉണ്ടായിട്ടും കൊണ്ടുപോയി കൊടുത്തത് യാതൊരു തലയും തുമ്പും വാലും ഇല്ലാത്തൊരു പ്രൊപ്പഗണ്ട പടത്തിൻ്റെ സംവിധായകന്. ഇതേ പടത്തിന് തന്നെയാണ് ബെസ്റ്റ് സിനിമാറ്റോഗ്രാഫിക്കുള്ള അവാർഡും കൊടുത്തത്. ക്യാമറ പിന്നെ കേരള സ്റ്റോറിക്ക് എന്ത് കോപ്പിലെ ക്യാമറ ചെയ്തിട്ട് ആ പടം നിങ്ങൾ മുഴുവൻ കണ്ടു നോക്കി. ഒരൊറ്റ ഫ്രെയിം നമ്മളെ കണ്ണിന്, അതായത് മനസ്സിന് സുഖം കണ്ണിന് സുഖം നൽകുന്നില്ല, മനസ്സുഖം നൽകുന്ന ഒരൊറ്റ ഫ്രെയിം. അതിൽ മൊത്തം എൻ്റർ ഫിലിം എടുത്താൽ പോലും നമ്മുടെ ആടുജീവിതത്തിലുള്ള ഒരൊറ്റ ഫ്രെയിമിന് തുല്യമല്ല. അതായത് അതിലുള്ള 1-2 ഫ്രെയിം മാത്രം എടുത്താൽ പോലും ആ എൻ്റർ ഫിലിമിനേക്കാൾ ബെറ്റർ ഫ്രെയിമാണത്. മൊത്തം കേരള സ്റ്റോറി മൊത്തം പടം എടുത്താൽ പോലും ഈ ആടുജീവിതത്തിൽ കാണിച്ചിട്ടുള്ള ഒരൊറ്റ ഫ്രെയിമിന് തുല്യം വരില്ല എന്നാണ് എൻ്റെ അഭിപ്രായം. ഇതിനെ കൂടുതൽ അവാർഡുകളൊക്കെ ഒന്നും ഞാൻ പോകുന്നില്ല. പല അവാർഡുകളും ചോദ്യം ചെയ്യപ്പെടേണ്ട അവാർഡുകളുണ്ട് പലതും. അതിൽ പിന്നെ ബെസ്റ്റ് ആക്ഷൻ ഉണ്ട്, ബെസ്റ്റ് പിന്നെ മ്യൂസിക് ഡയറക്ഷൻ ഉണ്ട്, എല്ലാം ഒരുപാട് അവാർഡുകൾ ചോദ്യം ചെയ്യപ്പെടേണ്ടത്. പക്ഷെ നമ്മൾ പ്രധാനമായിട്ടും ഫോക്കസ് ചെയ്തത് ഈ ഒരു സാധനം, ഈ കേരള സ്റ്റോറിക്ക് കൊടുത്ത അവാർഡ്. ഇപ്പം എന്തിനാണെന്നുള്ളത് നമുക്കറിയാം, എന്തുകൊണ്ടാണ് കൊടുത്തതെന്നുള്ളത്. ഈവൻ കാശ്മീർ ഫയൽസിന് കൊടുത്തപ്പോൾ പോലും അത് പ്രൊപ്പഗണ്ട ആണെങ്കിലും കൂടെ അതിന് അവാർഡ് കൊടുക്കുമെന്ന് നമ്മൾ ഉറപ്പിച്ചെങ്കിലും കൂടെ അതൊരു വലിയൊരു ഒബ്ജക്ഷൻ ആർക്കും ഉണ്ടാവില്ല. കാരണം ഒരു പടം എന്നുള്ള നിലയ്ക്ക്, ഒരു സിനിമ എന്നുള്ള നിലയ്ക്ക് വൃത്തിക്ക് എടുത്ത ചെറുതാണ്. ഞാൻ നേരത്തെ ചാവിൻ്റെ പറഞ്ഞിട്ടില്ല, നല്ല കിടിലം പടമാണ്. അതിൽ പ്രൊപ്പഗണ്ട എന്നുള്ള നിലക്കാണ് അത് മേക്ക് ചെയ്തെങ്കിലും, ആ രീതിയിലാണ് വിജയിച്ചതെങ്കിലും, ആ രീതിയിലാണ് അത് മാർക്കറ്റ് ചെയ്തതെങ്കിലും, ഒരു സിനിമ എന്നുള്ള നിലയ്ക്ക്, ഒരു സിനിമ ആസ്വാദകൻ എന്നുള്ള നിലയ്ക്ക് നമ്മളെ സാറ്റിസ്ഫൈഡ് ആക്കിയിട്ടുള്ള ഒരു പടമാണ് ചാവ. പക്ഷെ ഈ പടം ഇതിനെ കൊടുത്തതിന് ഒരു തരത്തിൽ ന്യായീകരിക്കാൻ പറ്റില്ല. ഒരു പടം എന്നുള്ള നിലയ്ക്ക് ഇത് കൊടുത്തതിന് നിങ്ങൾ തുറന്നങ്ങോട്ട് പറയാം, എന്ത് പ്രൊപ്പഗണ്ട പടമാണ് ആയതുകൊണ്ട് മാത്രമാണ്, കേന്ദ്ര സർക്കാരിൻ്റെ തീരുമാനപ്രകാരമാണ്, അല്ലെങ്കിൽ ബി ജെ പിക്കാരെ സന്തോഷിപ്പിക്കാൻ വേണ്ടി മാത്രമാണ്, കുറേ സംഖ്യകളെ സന്തോഷിപ്പിക്കാൻ വേണ്ടി മാത്രമാണ് ഞങ്ങൾ ഈ പടത്തിന് അവാർഡ് കൊടുത്തത്. നിങ്ങളങ്ങ് തുറന്ന് പറഞ്ഞാൽ ഓക്കെ, പ്രശ്നമല്ല, ജനങ്ങൾ അത് ആക്സെപ്റ്റ് ചെയ്തോളും. ഇത് ഒരു തരത്തിലും അനുവദിക്കാൻ പറ്റൂല, അംഗീകരിക്കാൻ പറ്റൂല. ഒരു സാധാരണ ഇന്ത്യക്കാരൻ എന്നുള്ള നിലയ്ക്ക് സമ്മതിച്ചു കൊടുക്കാൻ പറ്റൂല. ഇനി വരുന്നത് എന്ത് തേങ്ങാക്കൊല ചെയ്തിട്ടായാലും എന്ത് ചെയ്തു എന്നുള്ളതല്ല, എങ്ങനെ ചെയ്തു എന്നുള്ളതാണ് ഏതൊരു അവാർഡ് നിർണയത്തിലും പ്രധാനമായിട്ടും നോക്കുക. ഒരു പടം എങ്ങനെ എടുത്തു വെച്ചിട്ടുണ്ട് എന്നുള്ളത്. ഇപ്പോൾ നമ്മുടെ പഴയകാല സിനിമ 1988 ഇറങ്ങിയ സിനിമയാണ് 1921 പറഞ്ഞ പടം. അത് ചില ആളുകളുടെ ഭാഷയിൽ ഒരു പ്രൊപ്പഗണ്ട പടം. എന്നെ സംബന്ധിച്ചിടത്തോളം മലയാളത്തിൽ ഇറങ്ങിയ ഏറ്റവും മികച്ച സിനിമയിലൊന്നാണത്. ചില ആളുകളെ സംബന്ധിച്ചിടത്തോളം അതൊരു പ്രൊപ്പഗണ്ട പടം. ചില ആളുകളെ സംബന്ധിച്ചിടത്തോളം, അതായത് ഇത്തരം പടങ്ങൾ അക്സെപ്റ്റ് ചെയ്യുന്ന ഒരു കുറഞ്ഞ ശതമാനം ഓഡിയൻസിനെ സംബന്ധിച്ചിടത്തോളം അതൊരു പ്രൊപ്പഗണ്ട പടം. പക്ഷേ അന്ധകാലത്ത് ആ പടം എടുത്ത് വെച്ചൊരു ക്വാളിറ്റി ഉണ്ട്. അത്ര പോലും ക്വാളിറ്റി ഇല്ലാതെ ഈ 2023 ഒരു തേങ്ങാക്കൊല പടം എടുത്ത് വെച്ചിട്ട് അതിന് കണ്ടമാനം അവാർഡ് വാരിക്കൊടുത്ത ജൂറിക്ക് തലക്കോളം എന്നല്ലാണ്ട് വേറെ എന്താ പറയുക. എത്ര സിനിമകൾ ഇറങ്ങിയ ഇൻഡസ്ട്രിയാണ് ഇന്ത്യ, ഈ രാജ്യമാണ് ഇന്ത്യ എന്ന് പറയുന്നത്. ഇത്തരം ഒരു രാജ്യത്ത് ഇത്തരം ഒരു പ്രൊപ്പഗണ്ട പടം, ഞാൻ പറഞ്ഞല്ലോ പ്രൊപ്പഗണ്ടാണ്, എന്ത് തേങ്ങാക്കൊലാണെങ്കിലും കുഴപ്പമില്ല. ഒരു പടം എന്നുള്ള നിലയ്ക്ക് എടുത്തു വെച്ചിട്ട് കൊടുക്കുന്ന അവാർഡാണ് കുഴപ്പമില്ല. ഇത് ഒരുമാതിരി സീരിയൽ പോലത്തെ ഒരു സാധനം എടുത്ത് വെച്ചിട്ട് അതിന് അവാർഡ് കൊടുക്കുക. ഇനി ഇതിലേറ്റവും സങ്കടപരമായിട്ടുള്ള സംഭവം എന്താണെന്ന് വെച്ചാൽ, ഈ പടത്തിൻ്റെ ഈ 2023 ദേശീയ അവാർഡിൻ്റെ ജൂറി ചെയർമാൻ എന്ന് പറയുന്നത് അശുതോഷ് ഗൗരിക്കർ എന്ന് പറഞ്ഞ ഒരു മുൻകാല സംവിധായകനാണ്. അദ്ദേഹം ചെയ്തു വെച്ച പടങ്ങളെ ലിസ്റ്റ് നോക്കിക്കഴിഞ്ഞാൽ അതിൽ ലഗാൻ, സ്വദേശ്, ജോധ അക്ബർ, ഇതിൽ ജോധ അക്ബർ മാത്രമേ ഞാൻ കണ്ടിട്ടുള്ളൂ. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരു പടമാണ്. എന്നെ സംബന്ധിച്ചിടത്തോളം
ഇന്ത്യൻ സിനിമയിൽ ഇറങ്ങിയതിൽ വെച്ച് ഏറ്റവും മികച്ച പടത്തിലൊന്നാണത് ജോധ അക്ബർ. അത്തരം ഒരു പടം എടുത്തു വെച്ചാൽ മറ്റുള്ള 2 പടം ഞാൻ കണ്ടിട്ടില്ല. ഇതിൽ ലഗാനൊക്കെ ഭയങ്കര ക്ലാസിക് പടമാണെന്നാണ് ഞാൻ കേട്ട് മനസ്സിലാക്കിയ ഒരു കാര്യം. ഞാൻ കണ്ടിട്ടില്ല സത്യസന്ധമായിട്ട് പറഞ്ഞാൽ. അത്തരം ഒരു പടം സംവിധാനം ചെയ്തൊരു സംവിധായകനാണ് ഇതുപോലൊരു അപരാധം പിടിച്ചൊരു തേങ്ങാ പിണ്ണാക്കിലൊരു പടത്തിന് കൊണ്ടുപോയിട്ട് വാരിക്കൊരു അവാർഡ് കൊടുത്തെന്ന് ആലോചിക്കുമ്പോഴാണ് ഏറ്റവും സങ്കടം തോന്നുന്നത്. ഇത്രയും നല്ല ക്ലാസിക്കൽ ടച്ചുള്ള ക്ലാസിക് പടങ്ങൾ എടുത്തു വെച്ച സംവിധായകൻ ജൂറി ചെയർമാനായിട്ട് കൊടുത്ത അവാർഡുകളാണ് ഈ കാണുന്നത്. പിന്നെ എന്തടിസ്ഥാനത്തിലാണ് നമ്മൾ ഈ അവാർഡിനൊക്കെ വിശ്വസിക്കുക? പുഷ്പക്ക് അവാർഡ് കൊടുത്തപ്പോൾ തന്നെ ഇതിൻ്റെ എല്ലാ ക്രെഡിബിലിറ്റിയും നഷ്ടപ്പെട്ടതാണ്. അപ്പോൾ ഈ വിഷയത്തിൽ ഇത്രയെങ്കിലും പറഞ്ഞിട്ടില്ലെങ്കിൽ നമ്മുടെ ഭാവി തലമുറയുള്ള ആൾക്കാർ ചോദിക്കും, എന്ത് ഇമാതിരി ഒരു പടത്തിന് അവാർഡ് എടുത്തിട്ട് അന്നൊന്നും ഒരാളൊന്നും വേണ്ടിയിട്ടില്ല. കാരണം നമുക്കറിയാം മലയാളത്തിൽ തന്നെ പല നടന്മാർക്കും മലയാളത്തിലടക്കമുള്ള പല നടന്മാർക്കും അർഹതപ്പെട്ട പല അവാർഡുകളും നിഷേധിക്കപ്പെട്ടിട്ടുണ്ട്. പക്ഷെ അപ്പോഴും വലിയ രീതിയിൽ ചോദ്യം ചെയ്യപ്പെടാൻ സാധ്യതയില്ലാത്ത രീതിയിലാണ് അവാർഡ് കൊടുത്തിരുന്നത്. ഇതൊരുമാതിരി ഒട്ടും അർഹതയില്ലാത്ത ആളുകൾക്ക്, ഒട്ടും അർഹതയില്ലാത്ത സംവിധായകർക്കൊക്കെ എടുത്ത് വാരിക്കോരി കൊടുക്കുക അവാർഡ്. അവർക്ക് ഇഷ്ടമുള്ള രീതിയിലുള്ള സിനിമ നിർമ്മിക്കുന്ന ആളുകൾക്ക് വേണ്ടി മാത്രം കൊടുക്കുന്ന ഒരു അവാർഡ് മാത്രമായി പോയിട്ടുണ്ട്. ഇപ്പം നമ്മുടെ പ്രിയപ്പെട്ട മമ്മൂട്ടിക്കും മോഹൻലാലിനും സുരേഷ് ഗോപിക്ക് അടക്കമുള്ള മലയാളം നടന്മാർക്ക് കിട്ടിയ അവാർഡുകൾ അവരഭിനയിച്ച് ഏത് സിനിമക്കാണ് അവർക്ക് അവാർഡ് കിട്ടിയെന്ന് നമുക്കറിയാം. അപ്പോൾ അത്തരം സിനിമകൾക്ക് കിട്ടിയ മികച്ച നടന്മാർക്ക് കിട്ടിയ അവാർഡുകൾ ഈ ജവാൻ പോലത്തുള്ള പടത്തിന് പിന്നെ ബെസ്റ്റ് ആക്ടർ അവാർഡ് കൊടുക്കുന്ന സമയത്ത് പല ആളുകളും ചോദിക്കും. അതായത് ഈ സിനിമ കാണാത്ത ആളുകൾ വരെ വെറുതെ വിചാരിച്ചു പോയി, എന്ത് അത്രയും ജവാൻ പോലത്തെ ഒരു പടത്തിന് കിട്ടിയ അവാർഡ് കിട്ടിയ സ്ഥിതിക്ക് അതുപോലെ തന്നെയുള്ളൊരു പടം മാത്രമായിരിക്കും ഈ പറയപ്പെട്ട ക്ലാസിക്കുകൾ എന്നൊക്കെ പലരും വിചാരിച്ചു പോകും. പല ആളുകളും പല പടങ്ങളും കാണൂലല്ലോ. കാണണമെന്ന് വിചാരിച്ചാൽ പോലും ജവാന് പോലെയുള്ള പടമല്ലേ, വെറുതെ എന്തിനും കാണാമെന്ന് വിചാരിക്കും. അപ്പോൾ അത്തരം മുൻവിധികളൊക്കെ ഉണ്ടാവാൻ കാരണമാവാൻ ചാൻസ് ഉള്ള സാധ്യതയുള്ള ഒരു സംഭവമാണ് ഇത്തരം ചില പ്രൊപ്പഗണ്ട അവാർഡുകൾ കൊടുക്കുക എന്നുള്ളത്. ഇതിനെതിരെ 2 വാക്ക് പറഞ്ഞിട്ടില്ലെങ്കിൽ ഞാൻ എത്രയോ ദിവസമായി, ഞാൻ കഴിഞ്ഞ ദിവസങ്ങളിൽ മൊത്തം ഞാനിങ്ങനെ ചിന്തിച്ച് കൂട്ടിയതാണ് എന്തെങ്കിലും പറയണം. ഒന്നും സമയം കിട്ടിയിട്ടില്ല. അത് പറഞ്ഞു പോയിട്ടില്ലെങ്കിൽ ചിലപ്പം പിന്നീട് വലിയൊരു വിഷമമായിട്ട് മാറും. അപ്പോൾ വീണ്ടും അടുത്ത വീഡിയോയിൽ കാണാൻ ശ്രമിക്കാം. താങ്ക് യു ഫോർ വാച്ചിങ്. ഹാവ് എ നൈസ് ഡേ.